ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് PSC. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മറ്റൊരു SCRT ചാപ്റ്ററാണ്. 2024 എഡിഷൻ തന്നെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഭരണഘടനാ വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിന് മുന്നേ ചെയ്ത ക്ലാസ് എല്ലാം ഞാൻ പ്ലേലിസ്റ്റാക്കി ആഡ് ചെയ്തിട്ടിട്ടുണ്ട് സബ്ജക്റ്റ് വൈസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞ കുറച്ച് സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്ന കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഓക്കെ, നമുക്കിനി നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കുറച്ച് ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ. ഇതൊക്കെ എന്താണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കുറച്ച് ആശയങ്ങളാണ് അല്ലേ. ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം. അതാണ് നമ്മളിനി വായിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലേ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. സൈനികർ, ഗോത്രവർഗ്ഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ്സ് അസോസിയേഷൻ, പൂനെ സാർവജനിക സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നല്ലേ, അതുകൊണ്ടാണ് വായിച്ചു വിടുന്നത്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ INC ആണ്. നമ്മളത് പറഞ്ഞായിരുന്നല്ലേ. INC രൂപീകൃതമായതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊരു സംഘടിതമാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു INCയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞായിരുന്നു മിതവാദി കാലഘട്ടവും തീവ്രദേശീയ കാലഘട്ടവും ഒക്കെ അവരെല്ലാവരും വിവിധ തരത്തിലുള്ള സമര രീതികളായിരുന്നു കൈക്കൊണ്ടുവന്നത് അല്ലേ. നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ, ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് എന്തെന്ന് പറഞ്ഞാൽ അല്ലേ, ഗാന്ധിയൻ കാലഘട്ടം നമ്മൾ പറഞ്ഞായിരുന്നു. ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണെന്ന് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്. താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം അല്ലേ. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭരണഘടനയുടെ മുൻഗാമി. ഓക്കെ, ഭരണഘടനയുടെ മുൻഗാമി നമുക്ക് നോക്കാം. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 15 അല്ലേ. ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26. അപ്പോൾ അവിടെ ഒരു 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലേ. അതാണ് ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും. നമ്മളിനി അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടരുന്നത് അല്ലേ. 1935 ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലേ. അതായിരുന്നു നമ്മൾ റിപ്പബ്ലിക്, അതായത് 1950 വരെ നമ്മൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞ ആശയങ്ങളൊക്കെ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ഉൾപ്പെടുന്നവ തന്നെയാണ്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. നമ്മൾ പഠിച്ചായിരുന്നല്ലേ 1950 ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. 1950 ജനുവരി 26. ഓക്കെ,
നിലവിൽ വന്നു. ഓക്കെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 321 വിഭാഗങ്ങളും 10 പട്ടികയും ഉണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങളെ, സ്ത്രീകളെ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ, 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ. ഇതൊക്കെ എവിടുന്നാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറച്ച് ഭാഗങ്ങളാണ്. ഓക്കെ. ഭരണഘടന നിർമ്മാണത്തിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ 3-4 ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണല്ലേ. ക്യാബിനറ്റ് വിഷൻ വഴിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നിർമ്മാണ സഭ വന്നതെന്നല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഓരോ തവണ കേൾക്കുന്ന അനുസരിച്ച് എന്താണ് നമ്മൾ കൂടുതൽ പഠിക്കുക അല്ലേ, തറവായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് ഇതുവഴിയാണ്, അതായത് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്. അതാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭ സവിശേഷത. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളാണ്. ഓക്കെ. ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9. നമ്മൾ പറഞ്ഞു രൂപീകരിച്ച എന്നായിരുന്നു? ഡിസംബർ 6 അല്ലേ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. 46 ഡിസംബർ 9, 3 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് അവർ ആദ്യമായിട്ട് സമ്മേളിച്ചു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗം അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ. താൽക്കാലികമായിട്ട് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിട്ട് നമ്മൾ നിയമിച്ചു. ഓക്കെ. ഭരണഘടന അംഗീകരിച്ചത് അല്ലേ നവംബർ 26 നിയമദിനം അല്ലെ ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്ന, അതായത് ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് അല്ലേ. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. ഓക്കെ. നിലവിൽ വന്നത് എന്താണ്? 50 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി അല്ലേ. ഭരണഘടന നിലവിൽ വന്നതോടുകൂടി എന്താണ്? ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. നിലവിൽ വന്നത് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി. അടുത്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലേ. അവരൊരു കരട് രൂപം തയ്യാറാക്കാനായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു. അതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ തലവനായിരുന്നു ആരെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലേ 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50 വരെ അല്ലേ. അപ്പം നമ്മുടെ ഭരണഘടന എന്തായിരുന്നു കുട്ടി ചോദിച്ചല്ലേ. അപ്പം എത്ര വർഷം എടുത്തു അല്ലെങ്കിൽ എത്ര ദിവസം എടുത്തു, ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. SRTയിൽ ഇത് തന്നെയാണ് ആൻസർ കീ ആയിട്ട് കൊടുത്തത്. 2 വർഷം 11 മാസം 17 ദിവസമായിരുന്നു നിർമ്മാണ കാലയളവ് എന്ന് പറയുന്നത്. അതായത് ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്ത കാലയളവെന്ന് പറയുന്നത് 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ. ഒന്നും കൂടെ പറയാം. ആദ്യത്തെ സമ്മേളനം നടന്നത് ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതെല്ലാം ഈ തന്നിരിക്കുന്ന എല്ലാം ക്വസ്റ്റനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. അന്നെന്താണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറ്റമറ്റ ഭരണഘടനയ്ക്കായി. അംബേദ്കറിന്റെ പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമുക്കൊന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു സ്വപ്നം തന്നെ ആയിരുന്നു അല്ലേ എന്തെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാവണം എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഓക്കെ. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടന വിശദ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് അല്ലേ. അതായത് ഓരോ രാജ്യത്തും അന്ന് നിലവിലുണ്ടായിരുന്ന ഓരോ രാജ്യത്തിൻ്റെയും ഭരണഘടന എടുത്ത് വെച്ച് പഠിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതായത് നിർമ്മാണ സഭ എന്തെന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു ഭരണഘടന തയ്യാറാക്കിയത്. അതാണ് പറഞ്ഞത് മുഖ്യശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ അല്ലേ. അപ്പം 60ഓളം സംതിങ് ഭരണഘടന അവർ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങളും എടുത്തിട്ടാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുന്നു അല്ലേ. നമുക്കറിയാം അല്ലേ പലയിടത്തും നമ്മൾ കുറേ ആശയങ്ങളൊക്കെ കടമെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഓക്കെ. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ. സവിശേഷതകൾ ഒട്ടേറെ. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുടെ ഇന്ത്യയുടേത് അല്ലേ. ഇത് PYK ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ. എത്ര പാർട്ടുണ്ട്? 22 പാർട്ട്, 395 ആർട്ടിക്കിൾ, 8 പട്ടിക. ഇത് ചോദിച്ചിട്ടുണ്ടേ. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഖ്യയൊക്കെ മാറ്റി തരും, നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് എഴുതി തന്നെ എല്ലാവരും പഠിക്കുക. 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിളും 8 പട്ടികയുമായിരുന്നു 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഓക്കെ. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലേ.
ഓക്കെ, നമുക്കൊന്നും കൂടെ നോക്കാം. പാർലമെന്ററി ജനാധിപത്യ ഭരണം, ജനങ്ങളുടെ പരമാധികാരം, മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനയുടെ സവിശേഷതയാണ് അല്ലേ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചാപ്റ്ററിലും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും വീണ്ടും കേൾക്കുന്ന അനുസരിച്ച് നമുക്കത് റിവിഷൻ ആയിക്കോളും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. അതായത് രാജ്യത്തെ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്ന ആരാണ്? നിയമനിർമ്മാണ സഭകളാണ്. ജനങ്ങളുടെ പരമാധികാരം, ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നതല്ല നമ്മിൽ നിന്നാണ് അല്ലേ, നാം ഓരോരുത്തരിൽ നിന്നാണ്. അതായത് രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്ന ജനങ്ങളിൽ നിന്നാണ്. അടുത്താണ് മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശം അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും എന്താണ്? നമ്മുടെ രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അവകാശം വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശം എന്ന് പറയുന്നത്. അതേസമയം മൗലിക കടമകൾ എന്താണ്? ഇനി തിരിച്ച് അങ്ങോട്ട്, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തം അല്ലേ. നമ്മൾ നമ്മുടെ രാഷ്ട്രത്തോടും നമ്മുടെ സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറയുന്നത്? മൗലിക കടമ എന്ന് പറയുന്നത്. അതേസമയം മൗലിക അവകാശം എന്ന് പറയുന്നത് നമുക്ക് അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് രാഷ്ട്രം. ഓക്കെ, അടുത്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ. ആ പേര് തന്നെ ഉണ്ടല്ലേ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് നിയമവാഴ്ച. എല്ലാ പൗരന്മാരും എന്താണ്? നിയമത്തിന് വിധേയരാണ് അല്ലേ. ആരും നിയമത്തിന് അതീതരല്ല അല്ലേ. നമ്മൾ ആരും നിയമത്തിന് മുകളിലല്ല അല്ലേ. നമ്മളെല്ലാവരും എന്താണ്? നിയമത്തിന് വിധേയരാണ്. അടുത്തതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും എന്താണ്? വോട്ട് ചെയ്യാം അല്ലെ. 18 വയസ്സായ എന്താണ്? ഇന്ത്യയിൽ നമുക്ക് ഓരോരുത്തർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അടുത്താണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അല്ലേ. നമുക്കറിയാം, നമ്മൾ പഠിച്ചായിരുന്നല്ലേ, ഓരോരോ ജുഡീഷ്യൽ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. കോടതികൾ നമുക്കുണ്ട്, കോടതി സംവിധാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. നിയമനിർമ്മാണ സഭ കാര്യനിർവ്വഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് എന്തെന്ന് പറയുക? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമനിർമ്മാണ കാര്യനിർവ്വഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. ഓക്കെ, സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, അങ്ങനെ അല്ലേ, എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അടുത്തതാണ് ഫെഡറലിസം. നമ്മൾ പറഞ്ഞു കേന്ദ്രത്തിനും ഉണ്ട് സ്റ്റേറ്റിനും ഉണ്ട് അല്ലേ. സെൻട്രലും സ്റ്റേറ്റുമായിട്ട് 2 തരത്തിലുള്ള വിഭജിക്കപ്പെട്ടാണ് ഭരണം നടത്തുന്നത് അല്ലേ. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെഡറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ഏകപൗരത്വം അല്ലെ. ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് അല്ലെ. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. അതായത് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് അല്ലേ. നമുക്കല്ലാതെ നമ്മൾ കേരളം അങ്ങനെ അതായത് നമുക്ക് അങ്ങനെ ആ ഒരു പൗരത്വം ഇല്ല. നമ്മളെപ്പോഴും പറയുന്നത് നാം ഓരോരുത്തരും ഇന്ത്യക്കാരാണെന്നല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഏകപൗരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് നിയമങ്ങളുടെ ഉറവിടമാണ്. ഓക്കെ, നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് അല്ലെ. ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമം നിർമ്മിക്കാനായിട്ട് കഴിയൂ അല്ലെ. ഭരണഘടനാ വ്യവസ്ഥ അതായത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ മാത്രമേ എന്താണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ച് നൽകുന്നു അല്ലെ. അതായത് അതിൻ്റെ ആ ഒരു എത്രമാത്രം എന്നുള്ളൊരു അതിര് അല്ലെ, ഒരു കണക്ക്, നിശ്ചിതമായ ഒരു കണക്ക് എന്താണ് ഭരണഘടനയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും അതേപോലെ എന്താണ് സ്രോതസ് എന്ന നിലയിൽ എന്താണ് പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ഭരണഘടന അനുസൃതമായി നിലവിൽ വന്ന കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. വന്യജീവി സംരക്ഷണ നിയമം, ദേശീയ സുരക്ഷാ നിയമം, ബാലവേല നിരോധന നിയമം, ദുരന്ത നിവാരണ നിയമം, ഭൂപരിഷ്കരണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, വിവരാവകാശ നിയമം, ബാലനീതി നിയമം, തൊഴിൽ നിയമം, അഴിമതി നിരോധന നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം. ഇതൊക്കെ എന്താണ്? ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ്. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എല്ലാ എക്സാമിലും 10th ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നു. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ഇത് ലക്ഷ്യം വെക്കുന്നു.
ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. പോക്സോയുടെ ഫുൾ ഫോം വരെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡിഗ്രി ലെവലിൽ വരെ അങ്ങനെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 അഥവാ 2012. ഓക്കെ, അപ്പോൾ ഇതെന്നാ നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. 2012 പോക്സോയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ്, P ഫോർ പ്രൊട്ടക്ഷൻ, പോക്സോ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് അതായത് പോക്സോ ആക്ട് പരിഗണിക്കുന്നത്. അപ്പോൾ 18 വയസ്സ്, ഈ വയസ്സും ചോദിച്ചിട്ടുണ്ട്. 18 വയസ്സ്, 18, 14 എന്നൊക്കെ തന്ന് നമ്മളെ തെറ്റിക്കും. അപ്പം പോക്സോ ആക്ട് പ്രകാരം എന്താണ്? കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളുമാണ്. ഓക്കെ, അതിൽ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട്. ഓക്കെ, പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പിന്നെന്താണ്? നിലവിൽ വന്നത് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെ എന്താണ്? കുട്ടിയായിട്ടാണ് പോക്സോ ആക്ട് പരിഗണിക്കുന്നത്. നമുക്ക് നോക്കാം. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്, അല്ലേ? നമ്മൾ ഭയപ്പെട്ടൊന്നും അല്ല അല്ലേ? അതേപോലെ തന്നെ നമ്മൾ സുരക്ഷിതരായിട്ടൊക്കെ എന്താണ് നമ്മളിവിടെ ജീവിക്കണം എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഓരോ കുട്ടിയുടെയും അവകാശമാണ്, അല്ലേ? അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിത അല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം, അല്ലേ? നമ്മളെ മോശമായിട്ട് ഒരാൾ സ്പർശിച്ചു, അല്ലെങ്കിൽ നോട്ടം കൊണ്ട് നമുക്കതൊരു അങ്ങനെ ഫീൽ ചെയ്താൽ എന്താണ് അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. നോക്കിക്കുക, അതുകൊണ്ട് തന്നെയാണല്ലേ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണിതല്ലേ. അത്രയും ചെറുപ്പത്തിൽ തന്നെ എന്താണ് നമ്മുടെ പുസ്തകത്തിലൂടെ ഇതൊക്കെ പറഞ്ഞ് കുട്ടികളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണല്ലേ. ഓക്കെ, ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് ഒന്നെങ്കിൽ എന്താണ് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ അതേപോലെ തന്നെ ലോക്കൽ പോലീസിന് എന്താണ് നമുക്ക് ഇതിൽ കേസുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. പോക്സോ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. ഓക്കെ, കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോ മോണിറ്ററിംഗ് സെല്ല്. എന്താണ്? കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44ാം വകുപ്പ് പ്രകാരം എന്താണ് ഒരു നിരീക്ഷണ സംവിധാനം, അല്ലേ? ഒരു മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും എന്താണ് കഠിന ശിക്ഷ പോക്സോ ആക്ട് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്, അല്ലേ? കുറ്റം ചെയ്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്ക് എന്താണ് കഠിന ശിക്ഷയാണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു വെച്ചത് എന്താണ്? പോക്സോ ആക്ടിനെ കുറിച്ചായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 2012 പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ടാണ് കണക്കിലെടുക്കുന്നത്. ഓക്കെ, നമ്മൾ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ്. ഓക്കെ, നിയമത്തിൻ്റെ വ്യവസ്ഥ, സ്രോതസ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നത് ഇവിടെ ഒരു ട്രീ തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ ജില്ലകളിലും അല്ലേ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഭരണഘടനയുടെ ധർമ്മങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഭരണഘടനയുടെ ധർമ്മങ്ങളാണ്. ഒന്നും കൂടെ പറയാം. പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. ഓക്കെ, ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. ഇനി അടുത്തൊരു ഹെഡിങ് ആണ്. ഇവിടെ എന്താണ് കൊടുത്തത്? മാറ്റലും തിരുത്തലും എന്നൊക്കെ എന്താണ് പറയുന്നത്? ഭരണഘടനയിൽ മാറ്റലും തിരുത്തലും എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പഠിച്ചായിരുന്നില്ലേ? ഭേദഗതി അഥവാ അമെൻമെന്റ് ആണ്, അല്ലേ? മാറ്റിയാലും തിരുത്താലും അങ്ങനെ എന്തെങ്കിലും ഒരു കറക്ഷൻ കൊണ്ടുവന്ന എന്താണ് നമ്മളെ ഭേദഗതി എന്നാണ് പറയുന്നത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ
1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു എന്ന് പറഞ്ഞു. ഭരണഘടനയിൽ എന്തെങ്കിലും തിരുത്തൽ വന്ന എന്താണ് നമ്മൾ ഭേദഗതി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം 1950 വന്നെങ്കിലും 51 തന്നെ എന്താണ് നമ്മൾ ഭേദഗതി ചെയ്തു. ഒന്നാമത്തെ ഭേദഗതി ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഒന്നാമത്തെ ഭേദഗതി പട്ടികകളുടെ എണ്ണം 9 8 അല്ലേ, അതെന്ന് പറയുന്നത് 9 കൂട്ടി. ഓക്കെ, 1951 പട്ടികകളുടെ എണ്ണം 9 കൂട്ടിയ ഒന്നാം ഭേദഗതി. ഓക്കെ, അടുത്തതാണ് 42. ഇമ്പോർട്ടൻ്റ് ആയ ഭേദഗതികൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, 3-4 ഭേദഗതി പറഞ്ഞിട്ടുള്ളൂ. 1976 42-ാം ഭേദഗതി മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. നമ്മൾ പഠിച്ചായിരുന്നല്ലേ നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്ത ഭേദഗതിയാണ് ഏതെന്ന് പറയുന്നത് 76-ലെ 42-ാം ഭേദഗതി എന്ന് പറയുന്നത്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. അടുത്താണ് 44 സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതെയായി. 44-ാം ഭേദഗതി 1978 സ്വത്തവകാശം എന്താണ് മൗലിക അവകാശം അല്ലാതെയായി. അടുത്ത 73, 74 ഭേദഗതി 92 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം. 73 ആണെങ്കിൽ പഞ്ചായത്ത് രാജ് നിയമവും 74 ആണെങ്കിൽ നഗരപാലിക നിയമവും. അടുത്താണ് 86-ാം ഭേദഗതി 2002-ലെ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി അല്ലേ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്താണ് മൗലിക അവകാശമാക്കിയ ഭേദഗതിയാണ് 2002-ലെ 86-ാം ഭേദഗതി എന്ന് പറയുന്നത്. അടുത്താണ് GST. 2016 GST നിലവിൽ വന്നു. 101-ാം ഭേദഗതി അല്ലേ. 2016 ചരക്ക് സേവന നികുതി അഥവാ GST വന്ന 101-ാം ഭേദഗതി പ്രകാരമാണ്. അടുത്ത ലാസ്റ്റ് നമ്മളോട് പറഞ്ഞേക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇവിടെ 2 ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് വായിക്കാം. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയാൻ ഭേദഗതി അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞു. ഇങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താമെന്ന് ഭരണഘടന തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. 368-ാം വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഇപ്പോൾ ആർട്ടിക്കിൾ 368 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലേ. ആർട്ടിക്കിൾ 368 പ്രകാരം എന്തെന്ന് പറയുന്നത് ഭേദഗതി ചെയ്യുന്നത്, ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ആർട്ടിക്കിൾ 368-ാം പ്രകാരമാണെന്നുള്ള അധികാരം പാർലമെന്റിനാണ് അല്ലേ. അതായത് ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പറയുന്ന വകുപ്പാണ് ഇതെന്ന് പറയുന്നത് 368. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല അല്ലേ. അടിസ്ഥാന ഘടനയൊന്നും എന്താണ് നമുക്ക് ഭേദഗതി വരുത്താനായിട്ട് സാധിക്കില്ല. അടിത്തറ ഇളക്കരുത്. 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പം അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഇതെന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം മൗലികാവകാശം. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ട് 2002 86-ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ്. നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലേ 2002-ലെ 86-ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് എന്തെന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലികാവകാശമാക്കിയത്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട് അല്ലേ. ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർത്തു. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4-ന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അപ്പം വിദ്യാഭ്യാസ അവകാശ നിയമം 2009 നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ് 2009 ഓഗസ്റ്റ് 4. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് 86-ാം ഭേദഗതിയിൽ 2002-ലെ 86-ാം ഭേദഗതി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും എന്താണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ് മൗലിക അവകാശമാണ് അല്ലേ. ഓക്കെ, അടുത്താണ് ചെറു ഭരണഘടന. 1976-ലെ 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡതകൾ എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. നമുക്കറിയാലേ പ്രിയാമ്പിളിലാണ് എന്തെന്ന് പറയുന്നത്. പ്രിയാമ്പിൾ ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്. ഏതാണ് വർഷം ഏതാണ് 76 അല്ലേ. 76-ലെ 42-ാം ഭേദഗതി. അത് അങ്ങനെ ഓർത്താൽ മതി. 76 ലാസ്റ്റ് 6 അല്ലേ ഡിജിറ്റ്. 42 4 2 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 6 കിട്ടും. അപ്പോൾ അത് 44 ആണോ 42 ആണോ എന്നുള്ള ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 76 എന്ന് പറയുമ്പോൾ 6 വെച്ച് കണക്ട് ചെയ്യുക. 42 42-ാം ഭേദഗതി. 76-ലെ 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡതകൾ എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. അതായത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയൊരു ഭേദഗതി എന്ന് പറയുന്നത് 42-ാം ഭേദഗതിയാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 42-ാം ഭേദഗതിയിലാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതി എന്താണ് ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം. 76-ലെ 42-ാം ഭേദഗതി വഴിയാണ് എന്തെന്ന് പറയുന്നത് പ്രിയാമ്പിൾ അഥവാ ആമുഖം നമ്മൾ ഭേദഗതി ചെയ്യുന്നത്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർത്തു. ഓക്കെ, ഇനി വിദ്യാഭ്യാസ മൗലികാവകാശമായ നിയമം ചോദിച്ചതാണ് 2002-ലെ 86-ാം ഭേദഗതി. ഓക്കെ,
ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത്. എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ്. പുതിയ നിയമങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം അല്ലേ? അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ്. ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണഘടനാപരമായും ജനാധിപത്യപരമായുമാണ് സമീപിക്കേണ്ടത്. വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്താണ് നമ്മൾ ഈ ചാപ്റ്റർ തീർത്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാം അത്യാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. PYK ആയിട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡേറ്റ് ഒക്കെ എഴുതി വെച്ച് കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.